Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് നമ്മുടെ കേരള സ്റ്റൈലിലുള്ള പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോക്ക് കടന്നാലോ. നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് 100 grams ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം ഷുഗർ കോട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് കിവി, പിന്നെ ഇത് നമ്മുടെ പൈനാപ്പിൾ ചെറിയ ക്യൂബ്സ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഫിഗ്, ഡേറ്റ്സ്, കറുത്ത മുന്തിരി, പിന്നെ നമ്മുടെ മിക്സഡ് നട്ട്സ് ആണ്. ഇതെല്ലാം നമ്മൾ 100 gram വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. മിക്സഡ് നട്ട് മൊത്തം 100 gram. ഇതെല്ലാം നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ചില്ല് കുപ്പിയിൽ ഇത് എല്ലാം ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ലെയർ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഇട്ട് കൊടുക്കണം. ഇതിന് ശേഷം നമുക്ക് ആൽക്കഹോൾ എടുക്കണം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇവിടെ 1/2 കപ്പ് റമ്മാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു 30 ദിവസം വെച്ച് ഏറ്റവും നല്ലത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 8 hours എങ്കിലും ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴാണ് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോക്കായി വരുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് നോൺ ആൽക്കഹോളിക് ആയിട്ട് ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെക്കാം. അതിനും നമുക്ക് ഫ്രൂട്ട്സ് ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് വെച്ചതിന് ശേഷം 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇടുക. അതുപോലെ തന്നെ 1/2 കപ്പ് ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസ് ഇടാം. ഇത് നമുക്ക് സെയിം 8 hours മിനിമം, അല്ലെങ്കിൽ ഒരു 30 ദിവസം. എത്ര കൂടുതൽ നിങ്ങൾ വെക്കണം അത്രയും നല്ല ടേസ്റ്റ് ഇതിന് കിട്ടും. അത് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മളിത് 30 ദിവസമാണ് ഞാനിപ്പോൾ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് നമ്മുടെ സോക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം മാത്രം ഒന്ന് എടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ ജ്യൂസൊക്കെ താഴേക്ക് വീഴും. അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സോക്ഡ് ഫ്രൂട്ട്സ് മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്കിത് തലേദിവസം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അങ്ങനെ തന്നെ കിട്ടും. അങ്ങനെ തന്നെ നമുക്കിത് നമ്മുടെ നോൺ ആൽക്കഹോളിക്കും ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് വെക്കാം. ഈ ഫിൽറ്റർ ചെയ്തത് നമുക്ക് ഇനി അടുത്ത ദിവസം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ഇടാം. മൈദ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിനൊക്കെ ഇത് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സ് ഒന്നും കേക്കിൻ്റെ ബേസിൽ മാത്രം പോയിരിക്കാണ്ട് ഫുൾ കേക്കിൻ്റെ മുകളിൽ വരെ പൊന്തി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഹോൾ സ്പൈസസ് വേണം. നമ്മളൊരു 10 പട്ട എടുത്തിട്ടുണ്ട്. 2 വലിയ കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. ചുക്കാണ് കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത്. പിന്നെ 2 ജാതിക്ക എടുത്തിട്ടുണ്ട്, 4 ഏലക്ക, പിന്നെ കുറച്ച് കറിയാമ്പൂ, ഒരു 30 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് പാനിൽ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചു വയ്ക്കാം. ഇത് നമുക്ക് പൊടിച്ചിട്ട് ഇതിൻ്റെ 1 ടേബിൾ സ്പൂൺ മാത്രമാണ് നമുക്ക് വേണ്ടത്. ബാക്കി നമുക്ക് മസാല ചായ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡറാണ്. ഇത് ഷുഗർ ഇല്ലാത്ത ചോക്ലേറ്റ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ചു വെച്ചാൽ നമ്മുടെ സ്പൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിന് വേണ്ടത് നമ്മൾ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. 2 മുട്ട പൊട്ടിച്ചതിന് ശേഷം ഇത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 100 grams ബട്ടറാണ്. ഇത് റൂം ടെമ്പറേച്ചറിൽ വന്ന ബട്ടറാണ്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയി നമ്മൾ മാറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാർട്ട് ബൈ പാർട്ടായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ നട്ട്സൊക്കെ നമ്മൾ മൈദ വെച്ചിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിന് ബട്ടർ പേപ്പർ ഇതിൻ്റെ അടിയിലേക്ക് വെക്കുക. അതിനുശേഷം നമുക്കൊന്ന് ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. കേക്ക് മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് 2-3 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് മിക്സഡ് നട്ട്സും ഡ്രൈ ഗ്രേപ്സും വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാഷ്യൂനട്ട് മാത്രം മതിയെങ്കിൽ അത് വെച്ചിട്ടും വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റിങ്ങിന് വെക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റിങ്ങിന് വെച്ചതിന് ശേഷം ഇത് 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡ് ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഇതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം.
നമ്മുടെ നട്ട്സൊക്കെ മുകളിൽ വരാനെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാം. മൈദ വെച്ച് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നട്ട്സൊക്കെ മുകളിലേക്ക് വരാനെ വരും, താഴെ മാത്രം ഇരിക്കാണ്ട്. നിങ്ങളിപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുവരെ ബൈ.